ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് മുരിങ്ങയ്ക്ക തോരൻ ഉണ്ടാക്കിയാലോ. മുരിങ്ങയ്ക്ക എന്ന് പറഞ്ഞാൽ തന്നെ അത് റിച്ച് അയണിൻ്റെയും കാൽസ്യത്തിൻ്റെയും വൈറ്റമിൻ സിയുടെയും ഒരു കലവറ തന്നെയാണ് മുരിങ്ങയ്ക്ക എന്ന്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ മുരിങ്ങയ്ക്കെല്ലാം രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്നിട്ട് അതിൻ്റെ നടുക്ക് ഭാഗത്തൂടെ കീറിയിട്ട് നമുക്ക് അതിൻ്റെ മാതളം എല്ലാം ഉണ്ടല്ലോ, അതിനകത്ത് മാതളമൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് ചിരണ്ടി എടുക്കാം. അപ്പം നമുക്ക് മുരിങ്ങയ്ക്ക വാങ്ങുമ്പോൾ ഒത്തിരി മൂത്ത് പോയ മുരിങ്ങയ്ക്ക വാങ്ങരുത്. അന്നേരം അപ്പം ചിരണ്ടാനും കുറച്ച് പാടാണ്, ടേസ്റ്റും അത്ര ഉണ്ടാകത്തില്ല. നല്ല എളുപ്പമുള്ള മുരിങ്ങയ്ക്ക നോക്കി വാങ്ങിക്കാം. അപ്പം ഞാൻ അതിനകത്ത് മാതളം എല്ലാം ഒരു സ്പൂൺ വെച്ചിട്ട് ചിരണ്ടി എടുക്കുവാണേ. തോരന് ആവശ്യത്തിനുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളകിന് എരിയില്ല, അതുകൊണ്ട് ഞാൻ 3 എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് തോരന് വേണ്ടി. പിന്നെ മുരിങ്ങയ്ക്ക ഞാൻ ചിരണ്ടി വെച്ചതല്ല ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം കടുക് ഇട്ടു. പിന്നെ നമുക്ക് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ച് ഒന്ന് വഴറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന മുരിങ്ങയ്ക്ക ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഉപ്പും കൂടെ ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവേ. മുരിങ്ങയ്ക്ക ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് നമുക്കൊന്ന് അടപ്പ് വെച്ച് അടച്ച് വേവിക്കാം. ആവി വേവിച്ചാൽ മതി, വെള്ളമൊന്നും ഒഴിക്കണ്ടായേ. എന്നിട്ട് ലാസ്റ്റിൽ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ തിരുമ്മി വെച്ചേക്കുന്ന അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ പുരട്ടിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഞാൻ തേങ്ങാപ്പീരക്കകത്തോട്ട് തന്നെ മഞ്ഞളിട്ടിട്ട് നല്ലതായിട്ട് പുരട്ടി വെക്കുക കേട്ടോ. അത് നമുക്ക് മുരിങ്ങയ്ക്ക വെന്തതിന് ശേഷം ലാസ്റ്റിൽ ഇട്ട് കൊടുത്ത് ഒന്നവിടുന്ന് എന്താ പറയുക ഇളക്കിയെടുക്കാം കേട്ടോ. അരപ്പും കൂടി ഇട്ടിട്ട് ഒരു 1-2 മിനിറ്റും കൂടെ ഒന്ന് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പോൾ അതിൻ്റെ അരപ്പിൻ്റെ ആ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറും. പിന്നെ തുറന്ന് വെക്കുമ്പോൾ അതിൽ വെള്ളമോ ആവിയിൽ വന്ന വെള്ളമോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറ്റിക്കിട്ടും. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്താ പറയുക, നല്ല അയൺ റിച്ച് ആയിട്ടുള്ള ഒരു തോരനാണ് മുരിങ്ങയ്ക്ക എന്ന് പറയുന്നത്. അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.